പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ പോലും ഹൃദയത്തിൽ തട്ടുന്ന ഒരു സ്പാർക്കെങ്കിലും ഇല്ലെങ്കിൽ ഒന്നിനെയും ആളുകൾ വിലമതിക്കില്ല. ഇന്നത്തെ വർത്തമാന പത്രത്തിൽ കണ്ടതും വളരെയധികം പ്രചാരത്തിലുള്ളതുമായ ഒരു കഥയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വളരെ പ്രസന്നമായ ഒരു ദിനത്തിൽ ഒരു കൽപ്പടവിലിരുന്ന് ഭിക്ഷയാചിക്കുന്ന അന്ധനായ ഒരു ബാലന്റെ കഥ. അവൻ ഒരു പ്ലക്കാർഡ് കയ്യിൽ പിടിച്ചിരുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഞാൻ അന്ധനാണ്, ദയവായി എന്നെ സഹായിക്കുക. സമീപം ഒരു തൊപ്പി മലർത്തി വച്ചിരുന്നു. അതിൽ വളരെ കുറച്ച് നാണയങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ആ കുട്ടിയെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിനുള്ള ക്ഷമ പോലും വഴിയാത്രക്കാർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരാൾ അതുവഴി വന്നത്. അദ്ദേഹം ഏതാനും നാണയങ്ങൾ കൂടി പോക്കറ്റിൽ നിന്നെടുത്ത് തൊപ്പിയിൽ നിക്ഷേപിച്ചതിന് ശേഷം മറ്റൊരു കാര്യം കൂടി ചെയ്തു. കുട്ടിയുടെ കയ്യിൽ പിടിച്ചിരുന്ന പ്ലക്കാർഡിൽ എന്തൊക്കെയോ എഴുതി ശേഷം ഒന്നും പറയാതെ അദ്ദേഹം സ്ഥലം വിടുകയും ചെയ്തു. പുതിയ പ്ലക്കാർഡ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആളുകൾ ഒരു നിമിഷം അവിടെ നിൽക്കുകയും പ്ലക്കാർഡ് വീണ്ടും വീണ്ടും വായിക്കുകയും ചെയ്ത ശേഷം പണമെടുത്ത് തൊപ്പിയിൽ നിക്ഷേപിക്കുകയും ചെയ്തു. തൊപ്പി നിറഞ്ഞു. ബോർഡ് തിരുത്തി എഴുതിയ ആൾ വൈകുന്നേരം തിരിച്ചെത്തി. അദ്ദേഹത്തിന്റെ കാലടി ശബ്ദത്തിൽ നിന്നും കുട്ടിക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാനായി. നിങ്ങളല്ലേ ഇന്ന് രാവിലെ ഞാൻ പിടിച്ചിരുന്ന പ്ലക്കാർഡിൽ തിരുത്തി എഴുതിയത്? ഇത് വായിച്ചിട്ടാവാം ഒരുപാട് ആളുകൾ എനിക്ക് ധാരാളം പണം തന്നു. എന്താണ് നിങ്ങൾ എഴുതിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ സത്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. നീ എഴുതി വച്ച കാര്യം ഞാൻ മറ്റൊരു തരത്തിൽ തിരുത്തി എഴുതി എന്ന് മാത്രം. കുട്ടി ചോദിച്ചു, ദയവായി പറയൂ, എന്താണ് നിങ്ങൾ എഴുതിയത്? ഈ മനോഹരമായ ദിനത്തിൽ എന്താണ് എഴുതിയതെന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ. നീ കാഴ്ചയില്ലാത്ത ആളാണ് എന്നാണ് പുതിയ ബോർഡിലും പഴയ ബോർഡിലും എഴുതിയതെങ്കിലും രണ്ടാമത്തേതിൽ വലിയൊരു സന്ദേശം കൂടി ഞാൻ ചേർത്ത് വച്ചിട്ടുണ്ട്. ഈ മനോഹര ദിനം അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി കാണാൻ കഴിയുന്നതിൽ കണ്ണുകളുള്ള നിങ്ങൾ നന്ദിയുള്ളവരാകേണ്ടതല്ലേ? ഈ ചോദ്യം കടന്നുപോയവരുടെ മനസ്സിൽ ആത്മാവിനെ തൊട്ടുണർത്തുന്ന ഒരു തേങ്ങലായി മുഴങ്ങിക്കൊണ്ടിരുന്നു. കാണാൻ ഭാഗ്യമുള്ളവർ ആയതിലുള്ള കൃതജ്ഞത നാണയരൂപത്തിൽ തൊപ്പിയിൽ നിറഞ്ഞുകൊണ്ടിരുന്നു. വാക്കുകൾ ചെറിയൊരു മാറ്റത്തിലൂടെ എത്രമാത്രം അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന സന്ദേശമാണ് ഈ കഥയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആശയവിനിമയത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ചു കൂടിയാണ് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.